വെൽക്കം ടു ഫുഡ് ഇൻ ഷീ. ഞാനൊരു ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1.5 കിലോ ചിക്കൻ ഉണ്ട്. അതിലേക്കുള്ളൊരു മസാല നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം അതിനൊരു ടേബിൾ സ്പൂൺ മല്ലി, ഒരു 1.5 ടീസ്പൂൺ സാജീരകം, പിന്നെ പട്ട കുറച്ച് ഇത്രയോളമുണ്ട്, പിന്നെ ഒരു രണ്ട് മാസ്, അതുപോലെ ബേ ലീഫ്, ഒരു 5-10 കറാമ്പൂ, 2 സ്റ്റാർ, ഒരു കഷ്ണം ജാതിക്ക, ഒരു 6-7 ഏലക്കായ്. ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു മസാല ഉണ്ടാക്കുക. അതിനെക്കൊണ്ട് എല്ലാം പൊടിച്ചിട്ടെടുക്കണം. ചിക്കനുമ പരട്ടണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലയൊക്കെ ഇട്ട് കുഴച്ചെടുക്കാം. മഞ്ഞളിൻ്റെ പൊടി 1 ടേബിൾ സ്പൂണ്, മുളകിൻ്റെ പൊടി 1 ടേബിൾ സ്പൂണ്, ഉപ്പ് ആവശ്യം പോലെ ഇട്ടെടുത്താൽ മതി. പിന്നെ തൈര്, ഇത് 200 ഗ്രാം തൈരുണ്ട്. പിന്നെ ഉള്ളി വെച്ചത്, 4 സവാള പൊരിച്ച് വെച്ചതാണ്. പൊരിച്ച് വെച്ച സവാള, കുറച്ച് പച്ചമുളക്, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില. ഇനി നമുക്കിത് നന്നായി ചേർത്ത് കുഴച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിൽ അവിടെ വെച്ച് കൊടുക്കണേ. മാക്സിമം 1 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ അതിൻ്റെ മസാല ഒക്കെ അതിൽ പിടിക്കും. നന്നായി കുഴച്ച് അവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. 1 മണിക്കൂറെങ്കിലും ഇരിക്കട്ടെ. ഇത് മൂടി വെക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും അരച്ച് വെച്ചത് ഇട്ട് കൊടുക്കാനുണ്ട്. എന്നിട്ട് മൂടി കൊടുത്താൽ മതി. പിന്നെ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കാനുണ്ട്. ഇനി ചേർത്തെടുത്തിട്ട് നല്ലോണം മൂടി വെച്ച് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഗരം മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അത് കൂടിയിട്ട് ഇപ്പോൾ നമ്മൾ പൊടിച്ചില്ലേ, അത് 1 ടേബിൾ സ്പൂണുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. ഇങ്ങനെ എന്നിട്ട് മൂടി അത്രയും സാധനങ്ങളും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെക്കുക. അത് നമ്മൾ കുഴക്കുമ്പോൾ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാ സാധനങ്ങളും ഇടുമ്പോൾ പെട്ടെന്ന് വിട്ടുപോയതാ. മൂടി വെക്കാം. പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ചേർത്ത് വെക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ ഒന്ന് മരിക്കുന്നുണ്ട്. നമുക്കിത് മൂടി കൊടുക്കാം.
ഫുള്ളും വേവണ്ട, ഒന്ന് ഇങ്ങനെ പിടിച്ച് വന്നാൽ മതി മസാല ഒക്കെ അടുപ്പത്ത് കിടന്നിട്ട്. ഇതിങ്ങനെ ഒന്നായി വന്നാൽ മതി. ഇനി നമുക്കൊരു ചെയ്യാം, ചോറ് വെക്കാൻ നോക്കാം. ചോറിൻ്റെ അരി അടുപ്പത്തിടാം. ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അരി വേപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൽ കുറച്ച് മല്ലിയില, ഒരു 3-4 ഏലക്കായി, ഒരു ചെറിയ കഷ്ണം പട്ട. ഇനി അരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അരി ഒരു 3 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇതാണ് അരി. അപ്പോൾ ഇതൊരു 3-4 മിനിറ്റ് ഒന്ന് ഇതിൽ വെന്താൽ മതി. എന്നിട്ട് നമുക്ക് നേരെ ചിക്കനിലേക്ക് എടുത്തിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് പൊട്ടിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് തിളച്ചാൽ മതി. അധികം ഫുള്ളും വേവരുത്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ഈ ചോറിട്ട് കൊടുക്കാം. അരി ഒരു 3 മിനിറ്റ് അടുപ്പത്തിട്ട് കൊടുത്താൽ മതി. 3 മിനിറ്റ് ഇടാവുള്ളൂ, അല്ലേ വെന്ത് പോകും. മിനിറ്റ് ഇട്ട് കൊടുത്താൽ ഇതിന് മേലെ ഇങ്ങനെ പരത്തി ഇട്ട് കൊടുത്താൽ മതി. വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ചിട്ട് കൊടുക്കണം. കുറച്ചുകൂടി അരിയുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്കെല്ലാം അരിയെല്ലാം അതിൽ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പാല് മഞ്ഞൾ കലക്കി വെച്ചതാണ്. ഇത് നിങ്ങൾ പിന്നെ ഫുഡ് കളർ ഉണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിടുന്നില്ല, കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുത്തേ ഉള്ളൂ. ഫുഡ് കളർ ഇട്ടാൽ ചോറ് നല്ല കളറുണ്ടാവും. കുറച്ച് പശു നെയ്യ് കൊടുക്കാം. ഇനി നമുക്കിത് പാക്ക് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് പാക്ക് ചെയ്താൽ മതി. ഇതുപോലെ പാക്ക് ചെയ്ത് കൊടുക്കുക. ഇതാ നന്നായി പാക്ക് ചെയ്യണം. ഇനിയിപ്പോൾ അലൂമിനിയം ഫോയിൽ കയ്യിലില്ലെങ്കിൽ ഒരു മറ്റേ ടവലെടുത്താലും മതി. എന്നിട്ട് നന്നായി പാക്ക് ചെയ്തിട്ട് അവിടെ അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതേമാതിരി ഒരു ദോശക്കല്ല് വെച്ച് കൊടുക്കണം. ഇനി ഇതിവിടെ കിടന്ന് വേവട്ടെ. നമ്മൾ ചിക്കൻ വേവിപ്പിച്ചിട്ടില്ല. അരി ഒരു 10-15 ഒരു 2-3 മിനിറ്റ് വരെ ഇട്ടിട്ടുള്ളൂ. ഇതൊക്കെ ഈ ദമ്മിൽ കിടന്ന് വേവണം, ചിക്കനും അരിയും എല്ലാം. ഇപ്പം നമ്മളെ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ദമ്മ് പൊട്ടിച്ചു. എല്ലാം ആവി പോകുന്നുണ്ട്. മഞ്ഞൾ മാത്രമേ കലക്കി പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി ഇത് ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് പിന്നെ കണക്കായ വേവ് എല്ലാം കണക്കായിട്ടുണ്ട്. അരമണിക്കൂറാണ് ഇത് അടുപ്പത്തിരുന്നത്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ചോറ് പാത്രത്തിലേക്ക് തട്ടാം. നല്ല ചൂടുള്ള ഹൈദരാബാദി ബിരിയാണി.
ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കാം. മസാല ഒക്കെ കണക്കാക്കി എടുത്താൽ മതി. നല്ല ചോറായിട്ട് കിട്ടും. ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു 30-40 മിനിറ്റോളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അരമണിക്കൂറും കൂടി കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ ശരിക്കും അടർന്ന് പോരുന്നുണ്ട്. വെന്തിട്ട് ചിക്കൻ വേവില്ല എന്നുള്ള ഒരു ഇത് വേണ്ട, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ ചൂടുള്ളതുകൊണ്ട് കൈ കൊണ്ട് തൊടാൻ പറ്റില്ല. എന്നാലും അതേപോലെ നല്ല ചൂടാണ് കണ്ടോ. ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയാട്ടെ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. വേണ്ടന ഇതുപോലെ വെന്ത് വരും. ചിക്കൻ വേവില്ല എന്നൊന്നും വിചാരിക്കേണ്ട, നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നല്ലോണം പുളിപ്പും മസാലയും ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. ഫേസ്ബുക്ക് ഫോളോ ചെയ്യും വേണം. ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. ഓക്കെ, ബൈ.